വാട്സ്ആപ്പ് ഗൈസ്, ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഓഫീസ് ഉള്ളൊരു ദിവസമാണ്. രാവിലെ എണീറ്റപ്പോൾ ഒടുക്കത്തെ സ്നോഫോളും. എന്ത് ചെയ്യാനാ? വേണമെങ്കിൽ എന്റെ മാനേജറിന്റെ അടുത്ത് റോഡ് കണ്ടീഷൻസ് ആർ ടു ഡേഞ്ചറസ്, ഇറ്റ്സ് നോട്ട് സേഫ് ഔട്ട് ദെയർ എന്നൊക്കെ പറഞ്ഞ് ലീവ് എടുക്കാമായിരുന്നു. പക്ഷേ എന്തോ അങ്ങ് ജോലിക്ക് പോവാന്ന് വിചാരിച്ചു. കാര്യം വേറൊന്നുമല്ല, ഇതിപ്പോ ഡിസംബറേ ആയിട്ടുള്ളേ. നമ്മുടെ ഹാർഷ് വിന്റർ മന്ത്സ് ആയ ജനുവരിയും ഫെബ്രുവരിയും ഒക്കെ ഇനി മുന്നേ കിടക്കുകയാണല്ലോ. അപ്പൊ ഇപ്പൊ ലീവ് എടുത്താ ഇനി അപ്പൊ ലീവ് എടുക്കാൻ എന്തെങ്കിലും എക്സ്ക്യൂസസ് വേണ്ടേ? പിന്നെ അത് മാത്രമല്ല, ഇന്ന് അങ്ങനെ ഒരു സ്നോ സ്റ്റോം ഡേ ഒന്നും ആയിരുന്നില്ല. ഹെവി സ്നോഫോൾ ഡേ അത്ര ഉണ്ടായിരുന്നുള്ളൂ. യൂഷ്വലി ഞാൻ ബസ് എടുത്താണ് കേട്ടോ പോവാറ്. പക്ഷേ ഇന്നത്തെ റോഡ് കണ്ടീഷനിൽ ബസ് എടുത്ത ഹൈവേ സ്റ്റക്കായി പോകും. അപ്പൊ അഖിലിതാ എന്നെ സബ്വേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ എടുത്തു. ബസ് എടുത്ത് ഞാൻ റോഡിൽ കൂടി പോവാൻ നിന്നാ ഇന്നങ്ങും എത്തില്ല. കാരണം ഇത്ര രാവിലെ ആയതുകൊണ്ട് റോഡിലെ സ്നോ ഒക്കെ എത്രത്തോളം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് അറിയില്ല. പിന്നെ വണ്ടികളെല്ലാം ഇഴഞ്ഞേ പോവുള്ളൂ. അതിന്റെ കൂടെ കുറെ ക്രാഷസ് ഉണ്ടാവും. അങ്ങനെ ദേ എന്റെ സ്റ്റേഷൻ എത്തി. പിന്നെ ഇന്ന് പൊതുവേ സബ്വേയിലൊക്കെ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എന്നെ പോലെ തലയ്ക്ക് ഭ്രാന്തുള്ള ആൾക്കാർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ സ്നോഫോളിലൊക്കെ എല്ലാവരും വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ഒക്കെ അല്ലേ ഓപ്റ്റ് ചെയ്യൂ. അപ്പൊ ദാ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേനും ഇതാണ് നമ്മുടെ റോഡ് കണ്ടീഷൻ. നോട്ട് ടു ബാഡ്. റോഡിൽ സ്നോ ഒക്കെ നല്ല കംപ്ലീറ്റ് ആയിട്ട് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുട്പാത്തിലെ സ്നോ ഒക്കെ ഇനിയും ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. എനിക്കിതാ റോഡ് ക്രോസ് ചെയ്യണം. അപ്പൊ സിഗ്നലിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇത് കണ്ടോ, സ്നോഫോൾ ആണെങ്കിൽ നല്ല സ്നോഫോൾ ഉണ്ട്. അപ്പൊ എന്റെ മുടിയൊക്കെ നനഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ മുടിയൊക്കെ ചുരുട്ടി കെട്ടി കുറെയൊക്കെ എങ്ങനെയൊക്കെ എന്റെ ജാക്കറ്റിനകത്തേക്ക് തള്ളിക്കയറ്റി വെച്ചു. ഇന്ന് ഓൾറെഡി ഒരു കപ്പ് ചൂട് കാപ്പിയൊക്കെ ഉണ്ടാക്കി ടേക്ക് ഔട്ട് എടുത്തോണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അത് സബ്വേയിലിരുന്ന് കുടിച്ചു തീർത്തു. അപ്പൊ നല്ല തണുപ്പല്ലേ, വീണ്ടും ഒരു കാപ്പി കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ജിമ്മിൽ കയറി. എന്റെ ടീമിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ പിന്നെ വേറെ എക്സ്ട്രാ ഒരാളും കൂടി വന്നിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ പിന്നെ ഞാൻ ആൾക്കും കൂടിയുള്ള കോഫി വാങ്ങിച്ചു കേട്ടോ. ഞങ്ങളുടെ ഓഫീസിന്റെ ഫ്ലോർസ് ഒന്നും ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നീണ്ടു നിന്ന യാത്രയ്ക്ക് ശേഷം ഫൈനലി ഞാൻ ഓഫീസ് എത്തി. എന്റെ പണിയൊക്കെ തുടങ്ങി. ഇന്നൊരു ചിൽ ഡേ ആയിരുന്നു. അല്ലെങ്കിൽ ഓഫീസിൽ പോണ ദിവസങ്ങൾ പ്രൊഡക്ടിവിറ്റി ഈസ് വെരി ലോ. ഞങ്ങൾ എല്ലാവരും ചുറ്റും കൂടിയിരുന്ന വർത്താനം പറച്ചിലാണ് കൂടുതൽ സമയം. അങ്ങനെ ബ്രേക്ക് ആയപ്പോഴത്തേനും ഞാൻ പുറത്തെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞ് ജനൽ വഴി നോക്കി. എവിടെ സ്നോ നിൽക്കണോ, ദാ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക. നെക്സ്റ്റ് ബ്രേക്ക് ആയപ്പോഴത്തേനും എന്താ ഓഫീസിലെ ക്രിസ്മസ് ഡെക്കോർസ് ഒക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് കുറച്ചു നേരം അതുവഴി ഇതുവഴിയൊക്കെ നടന്ന് സമയം കളഞ്ഞു. ഫൈനലി ഇറ്റ്സ് 5 PM, ടൈം ടു ഗോ ബാക്ക് ഹോം. തിരിച്ച് ഞാൻ ബസ്സിന് തന്നെ പോയി. കാരണം ഈ സമയമായപ്പോഴത്തേനും എന്തായാലും റോഡൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇതേ കണ്ടില്ലേ, റോഡൊക്കെ നല്ല സുന്ദര കുട്ടനെ ഉപ്പ് വിതറി കിടക്കുന്നത്. അങ്ങനെ ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഞാൻ എത്തി. ഈ റോഡ് ക്ലിയർ ചെയ്യുന്നവർക്ക് ഈ പാത്വേ കൂടി ഒന്ന് ക്ലിയർ ചെയ്യാമായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ നടുവും തല്ലി വീഴും. ബിക്കോസ് നല്ല സ്ലിപ്പറി ആയിരിക്കും ഫ്ലോർസ് ഒക്കെ. എന്റെ സ്നേഹനിധിയായ ഭർത്താവ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്തിപ്പോ കാണാൻ സാധിക്കുന്നത്. എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരം ഈ മനുഷ്യൻ പാഴാക്കാറില്ല. അപ്പൊ ഞാനാണെങ്കിൽ മന്ത്ലി ട്വൈസ് മാത്രമാണ് ഓഫീസിൽ പോവാറ്. അപ്പോ വേറെ ഒരു ദിവസവും പോവാണ്ട് ഈ ഒരു ദിവസം തന്നെ തെരഞ്ഞെടുത്ത് പോയതിനെ പറ്റി പുകഴ്ത്തി ഘോരം സംസാരിച്ചോണ്ടിരിക്കുക അവിടെ. പിന്നെ എന്താ, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ ദാ സ്നോ ക്ലിയറിംഗ് ടീം സ്റ്റിൽ ആക്റ്റീവ് ആയിട്ട് പണിയെടുത്തോണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.